ലബൂബ് എന്ന ഈ ഒരു രാക്ഷസഭാവം വിറ്റുകൊണ്ട് ഇയാൾ ഒരു ദിവസം ഉണ്ടാക്കിയത് 13,400 കോടി രൂപയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാവയാണ് ലബൂബ്. Well, Labubu has become a global pop culture sensation, but other... It's sold out. Insufficient stock. Already? Army has gathered. Well, I think I've spent around $300. I think it's around 600 or more. ഈ ഒരു ലബൂബു ഓപ്ഷനിൽ വിറ്റുപോയത് 1,29,00,000 രൂപയ്ക്കാണ്. എന്നാൽ എന്താണ് ലബൂബു? ആരൊക്കെയാണ് ലബൂബുവിന്റെ പിന്നിൽ? എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ലബൂബുവിനെ ലോകമെമ്പാടും വൈറലാക്കിയത്? അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ലബൂബു ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടാൻ കാരണം 2 പേരാണ്. ഒന്നാമത്തെ ആള് കൈസൻ ലിങ് എന്ന് പറഞ്ഞ ഇല്ലുസ്ട്രേഷൻ ആർട്ടിസ്റ്റ് ആണ്. തന്റെ കുട്ടിക്കാലത്ത് കേട്ടിരുന്ന നോർഡിക് ഫോക്ലെയർ എന്ന പുരാണ കഥകളെ ഇൻസ്പയർ ആക്കി 2015 ലാൻഡ് ഹൗ ടു വർക്ക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്ന് എഴുതിയ ഇല്ലുസ്ട്രേഷൻ സീരീസ് ആണ് ദ മോൺസ്റ്റർ. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ബുക്കിലെ ക്യൂട്ട് ഡെവിൾ ക്യാരക്ടറാണ് ലബൂബു. ആ ഒരു കാലം മുതൽ ലബൂബു അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഫേമസ് ആയിരുന്നു. എന്നാൽ കൈസൻ ലിങ് എന്ന ആർട്ടിസ്റ്റിന്റെ ജീവിതം മാറുന്ന വാങ് നിങ് എന്ന് പറയുന്ന ആളിലൂടെയാണ്. 2010 തന്റെ 23ാമത്തെ വയസ്സിലാണ് വാങ് നിങ് ചൈനയിൽ പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ടോയ് സെല്ലിംഗ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ വാങ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് ടോയ്സും കോമിക്സും അതുപോലെ തന്നെ ഫോൺ ആക്സസറീസും ആയിരുന്നു. എന്നാൽ 2014 വാങ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ആളുകൾ ഹോബീസിന്റെ പുറത്ത് സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നവരാണ്. ഇതിനെ തുടർന്ന് പല ആർട്ടിസ്റ്റുമായിട്ട് വാങ് കൊളാബ് ചെയ്യും. അവർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെ തന്റെ ടോയ് ഷോപ്പിലൂടെ സെല്ല് ചെയ്യുകയാണ്. അതും ബ്ലൈൻഡ് ബോക്സ് എന്ന സ്ട്രാറ്റജിയിലൂടെ. ഇവരുടെ ബ്ലൈൻഡ് ബോക്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി പകരം നമ്മൾ ഒരു ടോയ് വാങ്ങുകയാണെങ്കിൽ അത് പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് മാത്രമേ അത് ഏത് ടോയ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതേ സ്ട്രാറ്റജിയാണ് നമ്മുടെ കിൻഡർ ജോയിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2019 കൈസൻ ലെങ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റുമായി വാങ് കൊളാബ് ചെയ്യും തന്റെ ഫേവറേറ്റ് ക്യാരക്ടറായ ലബൂബുവിനെ ബ്ലൈൻഡ് ബോക്സിലൂടെ സെല്ല് ചെയ്യുകയാണ്. ആരംഭകാലത്ത് ലബൂബുവിന് വിചാരിച്ച അത്ര സെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ 2024 അവസാനത്തോടെ കാര്യങ്ങൾ മാറി. സൗത്ത് കൊറിയയിലെ ഫേമസ് മ്യൂസിക് ബാൻഡായ ബ്ലാക്ക് പിങ്കിലെ ലിസ തന്റെ ഒരു ഇന്റർവ്യൂവിൽ അവരുടെ ലബൂബു കളക്ഷനെ പറ്റി പറയുകയുണ്ടായി. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തരംഗമായി. പിന്നീട് മറ്റ് രാജ്യങ്ങളിലുള്ള സെലിബ്രിറ്റീസ് ലബൂബുവിനെ വാങ്ങുകയും അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ലബൂബുവിനെ പറ്റി അറിയുകയും അത് വാങ്ങാനും തുടങ്ങി. ഇന്ന് പല ടോയ് ഷോപ്പുകളിലും നീണ്ട ക്യൂ ആണ് ലബൂബുവിന് വേണ്ടി. ഏകദേശം $1.6 ബില്യൺ ലബൂബിലൂടെ പോപ്പ് മാർട്ട് ഉണ്ടാക്കിയത്. അതേപോലെ വാങ് നിങ് ആകട്ടെ ചൈനയിലെ ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സണിൽ ഒരാളായി മാറി വിത്ത് എ നെറ്റ്വർത്ത് ഓഫ് $22.7 ബില്യൺ. ഇനി പോപ്പ് മാർട്ട് എന്തെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് ലബൂബുവിനെ ലോകമെമ്പാടും എത്തിച്ചതെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബ്ലൈൻഡ് ബോക്സ് പ്ലസ് സ്കേഴ്സിറ്റി എന്നതായിരുന്നു. ഏകദേശം 12 കോമൺ ലബൂബും ഒരു റെയർ ലബൂബുമാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. ലബൂബു വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്നിടം വരെ അവർക്ക് അറിയില്ല തങ്ങൾക്ക് ഏത് ലബൂബുമാണ് ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് UGC കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഏകദേശം 1.9 മില്യൺ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ലബൂബുവിന്റെ പേരിൽ ഇന്ന് ആക്റ്റീവ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ സ്ട്രാറ്റജി പോപ്പ് ലാൻഡ് എന്ന ഇവരുടെ അമ്യൂസ്മെന്റ് പാർക്കാണ്. ഡിസ്നി ലാൻഡ് പോലെ പോപ്പ് ലാൻഡുകളിലേക്ക് ആളുകൾ വരികയും അവിടെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് പോപ്പ് മാർട്ട് എന്ന ബ്രാൻഡിനെ വളരെയധികം ഫേമസ് ആക്കി. അപ്പൊ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ബിസിനസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് കണ്ടന്റ് കാണാൻ ശ്രമിക്കുക.